ഇന്ധന വില വർധനയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദാണ്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 3 വരെയാണ് ബന്ദ്. ഇടതുകക്ഷികൾ ദേശീയ ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ LDFും UDFും ആഹ്വാനം ചെയ്ത 12 മണിക്കൂർ ഹർത്താൽ ആരംഭിച്ചു. ഹർത്താൽ ഏതാണ്ട് പൂർണ്ണമാണ്. പ്രളയബാധിത മേഖലകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഒപ്പം വിവിധ സർവകലാശാലകളിൽ നിന്ന് നടത്താനിരുന്ന പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. അതേസമയം പ്രതിഷേധത്തിനിടെ ഇന്ധനവില ഇന്ന് വീണ്ടും കൂടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പോൾ പെട്രോൾ വില 84 രൂപ കടന്നിട്ടുണ്ട്. തലസ്ഥാനത്ത് പെട്രോളിന് 84 രൂപ 6 പൈസയും ഡീസലിന് 77 രൂപ 89 പൈസയുമാണ് ഇന്നത്തെ നിരക്ക്. ആദ്യമായാണ് പെട്രോളിനും ഡീസലിനും ഈ നിരക്കിൽ വില ഉയരുന്നത്. പ്രതിഷേധത്തിന്റെ ഒരു മാർഗം എന്ന രീതിയിൽ ഹർത്താലും ബന്ധും. പക്ഷേ ഇന്ധന വില കൂട്ടുന്ന നടപടി കമ്പനികൾക്ക് നിർബാധം തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഏതായാലും ഏറ്റവും ഹർത്താലിന്റെ പുതിയ വിവരങ്ങളുമായി TG സജിത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു, SS ശരൺ കൊച്ചിയിൽ നിന്ന് ചേരുന്നു, അശ്വിൻ കോഴിക്കോട്. ആദ്യം അശ്വിനിലേക്ക്, കോഴിക്കോട്ടേക്ക്. അശ്വിൻ, മലബാർ മേഖല ഇന്നത്തെ ഹർത്താൽ. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് നിന്ന് സജിത്താണ് ചേരുന്നത്. സജിത്ത്, എന്താണ് ഇപ്പോൾ തലസ്ഥാനത്തെ അവസ്ഥ? 84 രൂപ ഏറ്റവും വലിയ നിരക്ക് തന്നെയാണ് തലസ്ഥാനത്ത് ഇപ്പോഴുള്ളത് പെട്രോളിന്. എന്താണ് ജനങ്ങളുടെ ഒരു പ്രതികരണം? ഹർത്താൽ എത്രത്തോളം പൂർണ്ണമാണ്? ഹർത്താൽ ആരംഭിച്ച ആദ്യ 1 മണിക്കൂർ പിന്നിടുകയാണ്. ഹർത്താലിന്റെ ആദ്യ പ്രതീതി തന്നെ ഹർത്താൽ പൂർണ്ണമാണ് എന്നുള്ളതാണ്. തലസ്ഥാന ജില്ലയുടെ ഒരു പൊതുചിത്രവും അതുതന്നെയാണ്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലീസ് പ്രത്യേക യാത്രാ സംവിധാനം ഒരുക്കിക്കൊണ്ട് തമ്പാനൂർ പോലെയുള്ള കൂടുതൽ യാത്രക്കാരെത്തുന്ന ഇടങ്ങളിൽ നിന്നും ട്രെയിനിലെത്തിയവരെ ആശുപത്രികളിൽ എത്തിക്കുന്നതിന് വേണ്ടി RCC, മെഡിക്കൽ കോളേജ് തുടങ്ങിയ അടിയന്തര പ്രാധാന്യമുള്ള ഇടങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം പോലീസ് ഒരുക്കിയിരിക്കുന്നതാണ്. ഇതുപോലെ നിരവധി വാഹനങ്ങൾ അറേഞ്ച് ചെയ്തുകൊണ്ട് പോലീസ് പ്രത്യേക സമാന്തര യാത്രാ സംവിധാനം ഒരുക്കുന്നുണ്ട്. അടിയന്തര യാത്രക്കാർക്ക് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. ഇതൊഴിച്ചു നിർത്തിയാൽ പൂർണ്ണമായും നഗരം നിശ്ചലമാണ്. മറ്റ് സർവീസുകളോ സ്വകാര്യ വാഹനങ്ങൾ പരിമിതമായിട്ട് നിരത്തിലിറങ്ങിയിട്ടുള്ളൂ. KSRTC ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ സർവീസ് അവസാനിപ്പിച്ചിരുന്നു. KSRTC സർവീസ് പൂർണ്ണമായും തന്നെ നിലച്ച സാഹചര്യമാണുള്ളത്. അതേസമയം തലസ്ഥാനത്തിൻ്റെ മറ്റു ജില്ലകളിൽ നിന്ന് ട്രെയിനിലെത്തിയ നിരവധി യാത്രക്കാർ റെയിൽവേ സ്റ്റേഷനുകളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവരെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് പ്രത്യേക സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അനിഷ്ട സംഭവങ്ങളൊന്നും പൊതുവിൽ ഇതുവരെയും തലസ്ഥാന ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഹർത്താൽ പൊതുവിൽ സമാധാനപരമായി തുടരുകയാണ്. സർക്കാർ ഓഫീസുകളിലെ ഹാജർ നിലയും കുറവായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 10 മണിയോടുകൂടിയേ ഹാജർ നില സംബന്ധിച്ച ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. സെക്രട്ടേറിയറ്റ് അടക്കമുള്ള പ്രധാന ഇടങ്ങളിലൊക്കെ അതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇടതുമുന്നണിയും UDFും ഒരേ സമയം ഇത്തരമൊരു നിലപാട്, ഹർത്താൽ അനുകൂല നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും തലസ്ഥാന ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ സജിത് സൂചിപ്പിച്ചതുപോലെ ദീർഘദൂര യാത്രക്കാരെയും ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ കേരളത്തിലെത്തിയവരെയൊക്കെ ആയിരിക്കും ഈ ഒരു ഹർത്താൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. എനിക്ക് കൊച്ചിയിൽ നിന്ന് SS ശരൺ കൂടിയുണ്ട്. ശരൺ, എന്താണ് മധ്യകേരളത്തിലെ അവസ്ഥ? കൊച്ചിയിലും ഈ പറഞ്ഞതുപോലെ മെട്രോ സിറ്റിയായി മാറിയിരിക്കുന്നു. ഒരുപാട് യാത്രക്കാരെ വലയ്ക്കുന്നുണ്ടാകും ഹർത്താൽ. തീർച്ചയായിട്ടും എറണാകുളം ജില്ലയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ ആദ്യ മണിക്കൂറിൽ ഹർത്താൽ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നഗരപ്രദേശങ്ങളെയാണ് കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. കടകളൊന്നും തന്നെ തുറന്നു പ്രവർത്തിക്കുന്നില്ല. ഒപ്പം തന്നെ KSRTC ഭൂരിഭാഗ പ്രദേശങ്ങളിലേക്കും സർവീസ് നടത്തുന്നില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് പ്രധാനമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പ്രീപെയ്ഡ് ഓട്ടോ സർവീസ് അടക്കം പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾ, ഇവിടെ ട്രെയിനിൽ വന്ന് ഇറങ്ങുന്ന ആൾക്കാർക്ക് ഇതൊരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ എറണാകുളം ജില്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങളായ ആലുവ, പറവൂർ അടക്കമുള്ള മേഖലകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അവിടെ സാധാരണ ഗതിയിൽ തന്നെയാണ് ഗതാഗത സംവിധാനവും എല്ലാം തന്നെ അവിടെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിൽ തന്നെ നഗരപ്രദേശങ്ങളാണ് ഇപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. KSRTC സർവീസുകൾ നടത്താത്തതും ഒപ്പം തന്നെ ഇവിടെ നിന്നും മറ്റിടങ്ങളിലേക്ക് യാത്ര നടത്താനാകാത്തൊരു സാഹചര്യവും ആളുകൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ചേച്ചി, ഒരു ഹർത്താൽ വലിയൊരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. എവിടെയാ പോണ്ടേ? പാല. എങ്ങനെ ഇവിടെ വേറെ വണ്ടിയെല്ലാം? ഞങ്ങൾ സ്വന്തം വണ്ടിക്കാണ് വന്നേക്കുന്നത്. അപ്പം വണ്ടി ഇനി വീട്ടോട്ട് പോകാനായിട്ട് ഉള്ള സൗകര്യം കിട്ടിയാൽ മതി. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനാവുന്നുണ്ടോ? അത് തടയുന്നുണ്ടോ? അറിയത്തില്ല. ഞങ്ങൾ ട്രെയിനിൽ വന്ന് ഇറങ്ങിയതാ. വേളാങ്കണ്ണിയിൽ നിന്ന് തിരിച്ചു വന്നതാ.
ഏതായാലും ഇവിടെയുള്ള ആളുകൾക്ക് പോലീസ് വാഹനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പല പ്രദേശങ്ങളിലേക്കും പാലാരിവട്ടം അടക്കമുള്ള മേഖലകളിലേക്ക് ഇവിടെ നിന്നും പോലീസ് വാഹനത്തിൽ ഈ ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. കുറച്ചു മുമ്പ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിച്ചിരുന്നു. ഇവിടെ വാഹനം ഒരുക്കിക്കൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ആളുകളെ ആ പ്രദേശങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു സംവിധാനം പോലീസ് തന്നെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും നഗരപ്രദേശങ്ങളെ ഇപ്പോഴും വലിയ രീതിയിലാണ് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് ഹർത്താൽ. മനസ്സിലാക്കിയതുപോലെ തെക്കൻ മേഖലയിലും മധ്യമേഖലയിലും ഹർത്താൽ രാവിലെ ആദ്യ മണിക്കൂറുകളിൽ പൂർണ്ണമാണ്. അശ്വിൻ കോഴിക്കോട് വന്നു. അശ്വിൻ, വടക്കൻ കേരളത്തിന്റെ അവസ്ഥ ഏതാണ്? ഗോപി, മലപ്പുറം തലപ്പാറ പടിക്കലിൽ ഇന്നലെ രാത്രി ഒരു KSRTC ബസ്സിന് നേരെ കല്ലേറുണ്ടായിരുന്നു. പക്ഷേ ഇത് ഹർത്താൽ അനുകൂലികളാണോ കല്ലെറിഞ്ഞ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയായിരുന്നു സംഭവം. ബംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സിൻ്റെ ചില്ലുകളാണ് തകർന്നത്. ഇന്നും KSRTC ഒറ്റപ്പെട്ട സർവീസുകൾ മാത്രമേ രാവിലെ നടത്തിയിരുന്നുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് സർവീസുകൾ ഏതാണ്ട് നിലച്ചമട്ടാണ്. പോലീസ് സംരക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ KSRTC ബസ്സുകൾ സർവീസ് നടത്തുകയുള്ളൂ എന്നാണ് KSRTCയുടെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം. അതേപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നില്ല. ഒറ്റപ്പെട്ട ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് രാവിലെ നിരത്തുകളിൽ ഇറങ്ങിയത്. രാവിലെ വന്ന ട്രെയിനുകളിലും ഒക്കെയായി നഗരത്തിലെത്തിയവരെ കൊണ്ടുപോകാൻ ബന്ധുക്കളൊക്കെ വന്നതായിരുന്നു. അതിനുശേഷം കടകളും മറ്റും തുറന്നിട്ടില്ല. ഏതായാലും ഹർത്താലിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ ഒരു അനുകൂല പ്രതികരണം തന്നെയാണ് വടക്കൻ ജില്ലകളിൽ നിന്ന് ഹർത്താലിനോടുണ്ടാകുന്നത്. മറ്റ് ജില്ലകളിലൊന്നും, മലബാർ മേഖലയിലും മറ്റ് ജില്ലകളിലൊന്നും തന്നെ അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ബസ് തടയലോ കല്ലേറോ ആ രൂപത്തിലുള്ള സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആദ്യ മണിക്കൂറുകളിൽ തന്നെ കടകൾ തുറക്കാതെയും അതേപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങൾ അടക്കം നിരത്തിൽ ഇറക്കാതെയും ഹർത്താലിനോട് ഒരു അനുകൂല മനോഭാവം ജനങ്ങൾ കാണിക്കുന്നുവെന്ന് വേണം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ. ഏതായാലും മലബാർ മേഖലയിൽ പ്രളയം ബാധിച്ച പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ഈ മേഖലകൾ UDF ഹർത്താലിൽ നിന്ന് ഒഴിവാക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. LDF ഇക്കാര്യത്തിൽ ഒന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. ഈ പ്രദേശങ്ങളും അതേപോലെ ഈ പ്രദേശങ്ങളെയും ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് UDF പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ മേഖലകളിലേക്കുള്ള മലയോര മേഖലകളിലേക്കൊക്കെ രാവിലെ KSRTC ഒറ്റപ്പെട്ട സർവീസുകൾ നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ KSRTC സർവീസുകളും ഏതാണ്ട് നിലച്ചമട്ടാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിലാണ്. മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡ് ഏതാണ്ട് വിജനമാണ്. ചില യാത്രക്കാർ മാത്രം ഇവിടെ ഹർത്താലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാതെയോ മറ്റോ എത്തിയതായിരിക്കും. അവർ മാത്രം ഇവിടെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. സ്വകാര്യ വാഹനങ്ങളെത്തി, ബന്ധുക്കളും മറ്റും എത്തി ഇവരെ കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. മറ്റ് സംവിധാനങ്ങളൊന്നും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. ഈ ഇങ്ങനെ എത്തുന്ന യാത്രക്കാർക്ക് സഞ്ചരിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. സ്വകാര്യ വാഹനങ്ങൾ, സ്വകാര്യ ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്തുന്നുമില്ല. ഗോപി, അശ്വിനാണ്. ശരണിലേക്ക് ഒരിക്കൽ കൂടി. ശരൺ, പെട്രോളിന്റെ വില വർധനവ് വീണ്ടും കൂടിയിട്ടുണ്ട്. 84 രൂപയിലെത്തിയിരിക്കുന്നു തലസ്ഥാനത്തായാലും. എന്താണ് ഇതിനെതിരെ ഇപ്പോഴും ജനങ്ങളുടെ ഒരു പ്രതികരണം? ഏത് രീതിയിലാണ്? ദിവ്യ, തീർച്ചയായിട്ടും എറണാകുളം ജില്ലയിലെ സപ്ലൈകോയുടെ അടക്കം പമ്പുകൾ തുറന്നു പ്രവർത്തിക്കുന്നില്ല. ഒരു കൃത്യമായൊരു ചിത്രം നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കില്ല എത്രയാണ് പെട്രോൾ വില ഉയർന്നിട്ടുള്ളതെന്നുള്ള കാര്യം. എങ്കിൽ പോലും നമുക്ക് പ്രധാനമായും പറയാനുള്ളത് നഗരത്തിലാകെ തന്നെ ജനജീവിതം വലിയ രീതിയിൽ ദുസ്സഹമാക്കിയിരിക്കുകയാണ് ഹർത്താൽ. കാരണം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിനിൽ വന്ന് ഇറങ്ങുന്ന ആളുകൾക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനാകാത്തൊരു സാഹചര്യമുണ്ട്. ആകെ ഒരു ആശ്വാസമായി പ്രവർത്തിക്കുന്നത് പോലീസ് ഒരുക്കുന്ന വാഹനത്തിൻ്റെ ഒരിത് മാത്രമാണ്. നേരത്തെ വാഹനം ഒരുക്കിക്കൊണ്ട് തന്നെ പല പ്രദേശങ്ങളിലേക്കും സർവീസ് നടത്തിയിരുന്നു. ഇതിനകം തന്നെ ഒരു ബാച്ചിന് പല പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എങ്കിൽ പോലും ഇവിടെ ഇപ്പോൾ വന്നിറങ്ങുന്നവർക്ക് പ്രീപെയ്ഡ് ഓട്ടോ സർവീസ് പ്രവർത്തിക്കാത്തൊരു സാഹചര്യമുണ്ട്. എന്നാൽ പ്രളയബാധിത മേഖലകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പറവൂർ, ആലുവ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും സാധാരണ നിലയിൽ തന്നെയാണ് ജനജീവിതം മുന്നോട്ട് പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജില്ലാ ഭരണകൂടം കർശന നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം പ്രളയബാധിത പ്രദേശങ്ങളിൽ ഭക്ഷ്യ കിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കുന്ന നടപടികളുമായി ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ ഭക്ഷ്യ കിറ്റുകളുമായി പോകുന്ന ലോറികളോ വാഹനങ്ങളോ തടയാൻ ശ്രമിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് കളക്ടറേറ്റിൽ പ്രവർത്തനം ഇന്ന് കാര്യമായി തന്നെ നടക്കുമെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. എനിക്ക് ആളുകളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. കാരണം
ആദ്യ സൂചനകൾ അനുസരിച്ച് കേരളത്തിൽ മുഴുവൻ ഹർത്താൽ പൂർണ്ണമാണ്. ജലന്ധർ ബിഷപ്പിനെതിരായ പരാതി അത് സംബന്ധിച്ചാണ് കേരളം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം. എന്ത് സംഭവിക്കുന്നു കേരളത്തിന്, കേരള പോലീസിന് എന്ന് വ്യാപകമായി എല്ലാവരും ചോദിക്കുന്ന ചോദ്യവും. ഏതായാലും ഫ്രാങ്കോ മുളയ്ക്കലിനെ കേരളത്തിലേക്ക് വിളിച്ചു വരുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം മറ്റന്നാളത്തെ യോഗത്തിൽ ഉണ്ടായേക്കും എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു. അതിൽ അന്വേഷണ പുരോഗതി വിലയിരുത്തുകയും ചെയ്തു. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമുണ്ടെന്ന ആരോപണം കോട്ടയം SP ഹരിശങ്കർ തള്ളുകയും ചെയ്തിട്ടുണ്ട്. കേസിൽ 90% അന്വേഷണവും പൂർത്തിയായതായാണ് ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കർ വ്യക്തമാക്കുന്നത്. 6 മണിക്കൂർ നീണ്ട അവലോകന യോഗം കേസിന്റെ രേഖകൾ ഇഴകീറി പരിശോധിച്ചു. ഇനിയും വ്യക്തത വരുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചും ധാരണയായി. 12-ന് ചേരുന്ന IG-യുടെ യോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. കേസ് നിലവിൽ ഇൻവെസ്റ്റിഗേഷനിലാണ്. ഇൻവെസ്റ്റിഗേഷൻ ഒരു ഘട്ടത്തിലെത്തുന്നതിന് ശേഷമാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു തീരുമാനം എടുക്കുന്നത്. അത് തീർച്ചയായും ഒരു പ്രധാനപ്പെട്ട കേസിൻ്റെ അന്വേഷണത്തിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി നമുക്ക് പറയാൻ സാധിക്കില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ കോൺഫിഡൻഷ്യൽ ആസ്പെക്ട്. പോലീസ് കേസ് അട്ടിമറിക്കുന്നതായുള്ള എല്ലാ ആരോപണങ്ങളും അന്വേഷണ സംഘം തള്ളിക്കളഞ്ഞു. 57 ദിവസം നീണ്ട വിശദമായ അന്വേഷണമാണ് നടന്നത്. 4 വർഷം പഴക്കമുള്ള സംഭവത്തിൽ സാക്ഷിമൊഴിയാണ് പ്രധാനം. അതിനാലാണ് കന്യാസ്ത്രീയെ പലതവണ ചോദ്യം ചെയ്യേണ്ടി വന്നത്. അന്വേഷണം നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു. അന്വേഷണത്തിൻ്റെ ഏകദേശം കഴിഞ്ഞ 70 ദിവസത്തിനകത്ത് ഏകദേശം 58ഓളം ദിവസങ്ങൾ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അന്വേഷണം വളരെ തൃപ്തികരമാണ്. ഇതുവരെയുള്ള അന്വേഷണം പൂർണ്ണമായിട്ട് റിവ്യൂ ചെയ്തു. കുറച്ച് കാര്യങ്ങളും കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു പ്രിഡോമിനൻ്റ്ലി വിറ്റ്നസ് ബേസ്ഡ് കേസാണ്. 4 വർഷം മുമ്പ് നടന്നൊരു സംഭവമായതുകൊണ്ട് ടെക്നിക്കൽ എവിഡൻസസിൻ്റെ അഭാവമാണ്. അപ്പോൾ വിറ്റ്നസ് ബേസ്ഡ് കേസിൽ ചില കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് ചില സാക്ഷികളെ കൂടുതലായി ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും. PC ജോർജിന്റെ കന്യാസ്ത്രീ വിരുദ്ധ പരാമർശത്തിൽ സ്വമേധയാ കേസെടുക്കേണ്ടെന്ന നിയമോപദേശമാണ് പോലീസിന് ലഭിച്ചത്. പരാതി ലഭിച്ചാൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. പുറത്ത് വിവാദം കത്തുമ്പോഴും അന്വേഷണ സംഘത്തിൽ പൂർണ്ണ തൃപ്തരാണ് ഉന്നത പോലീസ് നേതൃത്വം. ജി ശ്രീജിത്ത്, News 18 കോട്ടയം. ഇന്ധനവില വർധനയിൽ പ്രതിഷേധിച്ച് ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നതിനിടെ ഇന്ധനവില വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ പെട്രോളിന് ലിറ്റർ 23 പൈസയും ഡീസൽ വില ലിറ്ററിന് 32 പൈസയുമാണ് വർദ്ധിച്ചിട്ടുള്ളത്. M. ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ഉണ്ണി, ബന്ദിനിടെയാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടുന്നത്. ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയിരിക്കുകയാണ്. വില കൂടാനുള്ള സാഹചര്യം, ഒപ്പം ഇനിയും വില വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് പറയുന്നത്. ബന്ധും പ്രതിഷേധങ്ങളും ഒന്നും ഈ വിലവർദ്ധനവിന് തടസ്സമാകുന്നില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഭാരത് ബന്ദ് നടക്കുകയാണ്. ഇന്ധന വില വർദ്ധനവിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ധനവില സർവകാല റെക്കോർഡിലെത്തിയതിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച വന്നിട്ടുണ്ട്. സർക്കാർ ഇതിൽ മൗനം പാലിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഭാരത് ബന്ദിനും ഹർത്താലിനും ഒക്കെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത് പെട്രോളിന് 23 പൈസയും ഡീസലിന് 32 പൈസയുമാണ് ലിറ്ററിന്. ഇത് ഡൽഹിയിലെയും മുംബൈയിലെയും ഒക്കെ വർധനവാണ്. ഡൽഹിയിൽ ഇന്നത്തെ വില പെട്രോളിന് 80 രൂപ 73 പൈസയാണ്, ഡീസലിന് 72 രൂപ 83 പൈസ. മുംബൈയിലാകട്ടെ 88 രൂപ 12 പൈസയാണ് പെട്രോളിന്, ഡീസലിന് 77 രൂപ 32 പൈസയും. ഈ രീതിയിൽ സർവകാല റെക്കോർഡിൽ തന്നെ എത്തിയിരിക്കുകയാണ് ഇന്ധന വർധനവ്. ഏതായാലും ഈ വിഷയം അടക്കം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം നടക്കുന്നത്. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ നേതാക്കൾ ഇന്ന് രാവിലെ 8 മണി മുതൽ രാജ്ഘാട്ടിൽ ഗാന്ധി സ്മൃതിക്കടുത്താണ് പ്രതിഷേധം പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. രാവിലെ 9 മണി മുതൽ 8 മണി മുതൽ 3 മണി വരെ രാജ്ഘാട്ടിൽ തന്നെ പ്രതിഷേധിക്കാനാണ് കോൺഗ്രസ് നേതാക്കളുടെയും മറ്റും തീരുമാനം. ഏതാണ്ട് 21ഓളം പാർട്ടികളാണ് ഇന്നത്തെ ഭാരത് ബന്ദിനും സമാനമായ പ്രതിഷേധങ്ങൾക്കും പിന്തുണ നൽകുന്നത്. ഉണ്ണീഷനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് നോക്കുകയാണെങ്കിൽ വൈദ്യുതി നിയന്ത്രണം അനിവാര്യമാണെന്ന വൈദ്യുതി മന്ത്രി M. മണി. പ്രളയക്കെടുതി മൂലം വൈദ്യുതി ബോർഡിനുണ്ടായത് കോടികളുടെ നഷ്ടമാണ്. വനത്തിൽ ഉരുൾപൊട്ടിയത് ഭൂമിയെ ആര് ബലാത്സംഗം ചെയ്തിട്ടാണ് എന്ന് വിമർശകർ വ്യക്തമാക്കണമെന്നും M. മണി അഭിപ്രായപ്പെട്ടു. പ്രളയക്കെടുതി മൂലം വൈദ്യുതി ബോർഡിനുണ്ടായ നഷ്ടം നേരിൽ കണ്ട് വിലയിരുത്തുന്നതിനാണ് മന്ത്രി M. മണി പത്തനംതിട്ട ജില്ലയിലെ ജലവൈദ്യുതി പദ്ധതികളിൽ സന്ദർശനം നടത്തിയത്. പെരുന്തേനരുവിയിലും ശബരിഗിരിയിലും മൂഴിയാറിലും മന്ത്രിയും KSEB ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി. പെരുന്തേനരുവിയിലെ അണക്കെട്ടിനുള്ളിലും വലിയ തോതിൽ മണലും ചെളിയും അടിഞ്ഞിരിക്കുന്നതിനാൽ വൈദ്യുതോൽപാദനം നിർത്തിവച്ചിരിക്കുകയാണ്. വൈദ്യുതി നിലയങ്ങളിലെ കേടുപാട് മൂലം 400 മെഗാവാട്ടിന്റെ ഉൽപ്പാദനക്കുറവുണ്ടായെന്ന് മന്ത്രി പറഞ്ഞു. വൈദ്യുതി കട്ടൊക്കെ ഏർപ്പെടുത്തേണ്ടി വന്നാൽ ഇപ്പോൾ കണ്ടില്ലേ ഈ പ്രോജക്റ്റ് മുഴുവൻ എത്ര എണ്ണമാണ്? ഇപ്പോൾ 9 എണ്ണമാണ് പ്രവർത്തനമില്ലാതെ പോയിരിക്കുന്നത്. കേന്ദ്ര പൂളിൽ നിന്ന് കിട്ടേണ്ട വൈദ്യുതി ഇല്ല. ഭൂമിയെ ബലാത്സംഗം ചെയ്തതാണ് ഉരുൾപൊട്ടലിന് കാരണമെന്ന് പറയുന്നവർ വനത്തിനുള്ളിൽ ഉരുൾപൊട്ടിയതിന്റെ കാരണം വ്യക്തമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. പലരും പറയുന്നത് മണ്ണിളക്കിയിട്ടും മനുഷ്യവാസം ഉള്ളതുകൊണ്ടും ഭൂമിയെ ബലാത്സംഗം ചെയ്തതുകൊണ്ടുമാണ്
ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ ഈ വനത്തിൽ ആരാണ് ഭൂമിയെ ബലാത്സംഗം ചെയ്തതെന്നുള്ള കാര്യം ഒരു ഗവേഷണം നടത്തുന്നത് എന്തുകൊണ്ടും കൊള്ളാവുന്നതാണ്. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 പത്തനംതിട്ട. പ്രളയക്കെടുതി നേരിടുന്ന കേരളത്തെ പുനർനിർമ്മിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ വിപുലമായ ധനസമാഹരണ യജ്ഞം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഈ മാസം 15 വരെ പ്രഖ്യാപിച്ച യജ്ഞത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും വിവിധ ജില്ലകളിൽ പണസമാഹരണം നടത്തും. മന്ത്രിമാരെ അണിനിരത്തി നടത്തുന്ന പരിപാടിയിലൂടെ കൂടുതൽ പണം സമാഹരിക്കാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. 11, 12 തീയതികളിലായി സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പണസമാഹരണം നടക്കും. പ്രളയബാധിത പ്രദേശങ്ങളെ രേഖപ്പെടുത്താനും മുൻകരുതലുകൾ സ്വീകരിക്കാനുമായി പ്രളയ ഭൂപടം തയ്യാറാക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായി. ആദ്യപടിയായി പാലക്കാട് അകത്തേത്തറ പഞ്ചായത്തിലാണ് പ്രളയ ഭൂപടം തയ്യാറാക്കുന്നത്. തുടർന്ന് സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പ്രളയ ഭൂപടം തയ്യാറാക്കും. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനിയൊരു പ്രളയമുണ്ടായാൽ കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്താനാണ് പ്രളയ ഭൂപടം തയ്യാറാക്കുന്നത്. ഇതിലൂടെ പ്രളയം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രദേശങ്ങളെ തിരിച്ചറിയാനും കഴിഞ്ഞ പ്രളയത്തിലുണ്ടായ സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും സാധിക്കും. അകത്തേത്തറ പഞ്ചായത്തിലെ 8ാം വാർഡിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇക്കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിലൊന്നാണ് കൽപ്പാത്തിപ്പുഴയോട് ചേർന്നുള്ള അകത്തേത്തറ പഞ്ചായത്ത്. പ്രദേശത്തെ ഓരോ വീടുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചാണ് ഭൂപടം തയ്യാറാക്കുന്നത്. പ്രളയദിനങ്ങളിൽ ജലനിരപ്പിലുണ്ടായ വ്യത്യാസങ്ങൾ, നാശനഷ്ടങ്ങൾ, ഭൂമിക്കുണ്ടായ മാറ്റങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തും. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിലാണ് പ്രളയ ഭൂപടം തയ്യാറാക്കുന്നത്. ഒന്ന്, ഈ പ്രളയത്തിന്റെ ഭൗതിക സ്വഭാവം, ഈ പ്രളയം എങ്ങനെയാണ് ഈ പ്രദേശത്തെ ഭൗതികമായി ബാധിച്ചതെന്നുള്ളത്. മറ്റൊന്ന്, ഈ പ്രളയത്തിന്റെ സാമ്പത്തിക ആഘാതം, എന്തുമാത്രം സാമ്പത്തിക ആഘാതം ഈ മേഖലയിൽ നടത്തിയെന്നുള്ളത്. മറ്റൊന്ന്, ഈ പ്രളയമുണ്ടാക്കിയ പാരിസ്ഥിതിക ആഘാതം. ഈ 3 കാര്യങ്ങളും കൃത്യമായി വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് ഈ പ്രളയ മേഖലാ മാപ്പിംഗ് സഹായിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. റവന്യൂ, ഇറിഗേഷൻ വകുപ്പുകളുടെയും പഞ്ചായത്തിന്റെയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും വിവിധ കോളേജുകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രളയ പ്രദേശത്തെക്കുറിച്ച് വിവരങ്ങൾ ക്രോഡീകരിച്ച് വിശദമായ റിപ്പോർട്ടാക്കി സർക്കാരിന് സമർപ്പിക്കും. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പ്രളയ ഭൂപടം തയ്യാറാക്കുന്നുണ്ട്. ഭാവിയിൽ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഇത് ഏറെ പ്രയോജനകരമാവും. ന്യൂസ് 18 പാലക്കാട്. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മന്ത്രിയുടെ സൈക്കിൾ ക്യാമ്പയിൻ. കണ്ണൂർ ജില്ലാ ഭരണകൂടം സംഘടിപ്പിച്ച സൈക്കിൾ ക്യാമ്പയിനിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കൊപ്പം പ്രമുഖർ പങ്കെടുത്തു. കേരളത്തെ പ്രളയ ദുരിതത്തിൽ നിന്നും കരകയറ്റുന്നതിന് വിഭവ സമാഹരണത്തിനുള്ള പ്രചരണത്തിന്റെ ഭാഗമായാണ് സൈക്കിൾ ക്യാമ്പയിൻ. 1 month for കേരള എന്ന മുദ്രാവാക്യവുമായാണ് ഏകദിന സൈക്കിൾ പ്രചരണം. കരിവെള്ളൂരിൽ നിന്നും മാഹി പാലം വരെയുള്ള റാലിയിൽ നിശ്ചിത ദൂരം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും സൈക്കിളുമായി ഒപ്പം ചേർന്നു. 30,000 കോടി രൂപയുടെ സമാഹരണം ആവശ്യമായിട്ടുണ്ട് എന്ന് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയ സന്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് സമാഹരിക്കുന്നതിൻ്റെ മഹായജ്ഞം ഇവിടെ നടത്തുക എന്നുള്ളതാണ്. ആ യജ്ഞത്തിൽ പങ്കാളികളാകാൻ സന്നദ്ധരായിട്ടുണ്ട്. ജനങ്ങളെല്ലാം ആകമാനം ഇളകിയിരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ പ്രളയജലം ഒഴുകി വരുന്ന പോലെയാണ് സഹായങ്ങൾ എഴുതിയത്. കരിവെള്ളൂരിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനാണ് റാലി ഫ്ലാഗ് ഓഫ് ചെയ്തത്. ജില്ലാ കളക്ടർ മീർ മുഹമ്മദ് അലി, പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസ്, ASP പി ചൈത്ര തെരേസ ജോൺ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് എന്നിവർ മുഴുവൻ ദൂരവും പങ്കെടുത്തു. കണ്ണൂർ DSC സെന്ററിലെ ജവാന്മാരും റാലിയിൽ അണിചേർന്നു. हम भी DSC सेंटर की तरफ से केरला को पूरा सपोर्ट करना चाह रहे हैं. जितने भी फ्लड में नुकसान हुआ है उसका हम पूरा साथ दे रहे हैं. വിവിധ ഇടങ്ങളിൽ സൈക്കിളുമായി പൊതുജനങ്ങളും റാലിയുടെ ഭാഗമായി. ഈ മാസം 11 മുതൽ 17 വരെ ദുരിതാശ്വാസത്തിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ വിഭവ സമാഹരണം നടക്കും. ന്യൂസ് 18 കണ്ണൂർ. പ്രളയത്തിൽ കുമാരിക്ക് നഷ്ടമായത് ഒരായുഷ്കാലം മുഴുവൻ സമ്പാദിച്ചുണ്ടാക്കിയ വീടാണ്. വെള്ളക്കെട്ടിൽ നഷ്ടമായ സാധനങ്ങളൊക്കെ വീണ്ടും വാങ്ങാമെങ്കിലും പ്രളയം തകർത്ത വീട് എങ്ങനെ പുനർനിർമ്മിക്കും എന്ന ആശങ്കയിലാണ് ഇവർ. കുമാരിയും സഹോദരൻ സഹദേവനും മാത്രമാണ് ഈ വീട്ടിലുള്ളത്. പ്രളയത്തെ തുടർന്ന് വീടും പരിസരവും വെള്ളക്കെട്ടിൽ മുങ്ങിയപ്പോൾ കയ്യിൽ കിട്ടിയതൊക്കെ നെഞ്ചോട് ചേർത്ത് ക്യാമ്പിലേക്ക് പോകുകയല്ലാതെ മറ്റൊരു വഴി ഇവർക്ക് മുന്നിലുണ്ടായിരുന്നില്ല. തിരിച്ചെത്തിയപ്പോൾ വെള്ളക്കെട്ടിൽ മുങ്ങിയ വീടിന്റെ പല ഭാഗങ്ങളും പൊളിഞ്ഞു തുടങ്ങി. പിൻവശത്തെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. മുറിയുടെ നിലം ഉള്ളിലേക്ക് താഴ്ന്നു പോയി. അറ്റത്ത് താണുപോയി. നടുക്ക് ചവിട്ടിയപ്പോ അറിയാൻ പാടില്ലല്ലോ, നമ്മൾ ചവിട്ടിയപ്പോ കിട്ടി. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉൾപ്പെടെ എല്ലാം നശിച്ചു. നഷ്ടമായ സാധനങ്ങളൊക്കെ പണിയെടുത്ത് തിരിച്ചു വാങ്ങാമെങ്കിലും വീടെന്ന സ്വപ്നം ഇനി നടക്കില്ലെന്ന കുമാരി. എന്തെങ്കിലും ചെയ്യാന്നേ, അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല.
നമ്മളെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റില്ല. കാശ് വേണ്ടേ, കഴിച്ചിരിക്കും തന്നെ, അതിനുള്ളത് നമ്മളെ കൊണ്ടില്ല. അച്ഛന്റെയും അമ്മയുടെയും മരണശേഷം കുമാരിയും സഹോദരനും മാത്രമാണ് വീട്ടിലുള്ളത്. പ്രളയക്കെടുതിയിൽ കേടുപാട് സംഭവിച്ച ഈ വീട്ടിൽ അന്തിയുറങ്ങാൻ ഇവർക്ക് പേടിയാണ്. താൽക്കാലികമായി ക്യാമ്പിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട് എങ്കിലും എത്ര നാൾ ഇങ്ങനെ തുടരാനാകുമെന്ന ആശങ്കയും ഇവർക്കുണ്ട്. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വിനീത വിജി, ന്യൂസ് 18. പ്രളയ ദുരന്തത്തിൽ നിന്ന് നാടും നാട്ടുകാരും പതുക്കെ കരകയറുമ്പോഴും തൃശൂർ പുള്ളിലെ സുനിതയുടെ കണ്ണുനീർ ഇനിയും തോർന്നിട്ടില്ല. ഭർത്താവിനെയും വീടും ഒരുമിച്ച് നഷ്ടമായ ദുഃഖത്തിലാണ് നിസ്സഹായയായ ഈ വീട്ടമ്മ. വെള്ളപ്പൊക്കത്തിൽ തകർന്ന വൈദ്യുതി കമ്പിയിൽ തട്ടിയാണ് സുനിതയുടെ ഭർത്താവ് ദാസൻ മരിച്ചത്. വീടുണ്ടാക്കാൻ ഗവൺമെന്റ് അതിന് എന്തെങ്കിലും ഒരു വഴി കാട്ടി ഞങ്ങൾക്ക് തരണം. മക്കൾക്ക് അഞ്ചിങ്ങനെ മോൻ പെയിന്റിങ്ങിന് പോണല്ലോ, താഴെ ഒരു ആൺകുട്ടി കൊണ്ടിട്ടുണ്ട്, അവൻ പണിക്കൊക്കെ പോയി തുടങ്ങണല്ലോ. പിന്നെ ഇതിനുള്ളൊരു വഴി ഉണ്ടാക്കി തരണം. സ്വാതന്ത്ര്യദിന തലേന്ന് വെള്ളം കയറുമ്പോൾ സുനിത നനച്ചിരുന്നതല്ല, ഒരു വലിയ ദുരന്തത്തിലേക്ക് നടന്നെടുക്കുകയാണെന്ന്. വെള്ളപ്പൊക്കത്തിൽ സുനിതയെയും മക്കളെയും സുരക്ഷിതരായി വീട്ടിലാക്കി സഹോദരിയുടെ വിവരം തിരക്കി പോയതായിരുന്നു സുനിതയുടെ ഭർത്താവ് ദാസൻ. പൊട്ടിക്കിടന്ന വൈദ്യുതി കമ്പിയിൽ തട്ടി ദാസൻ മരണമടഞ്ഞു. രാത്രി 9 മണിയായപ്പോൾ മോൻ വന്നു വിഷമായിട്ട്, എന്താന്ന് ചോദിച്ചിട്ട്. അപ്പൊ അവൻ പറഞ്ഞു, ഞങ്ങളിവിടെ ഒന്നും ഇല്ല, ഞാൻ എൻ്റെ അമ്മ ഇവിടെ നിൽക്കുകയെന്ന് പറഞ്ഞു. ഞങ്ങളെ ഇങ്ങോട്ടും ഇല്ലെന്ന് പറഞ്ഞു അവൻ. എനിക്കറിയാം, അപ്പോഴും ഞാൻ മനസ്സിലാക്കിയില്ലേ മരിച്ചിട്ടുള്ളത്. ദാസൻ മരിച്ച് 2 ദിവസത്തിനകം വെള്ളത്തിൽ മുങ്ങിയ വീടും തകർന്നു വീണു. കഠിനാധ്വാനിയായ ദാസൻ കൂലിപ്പണി ചെയ്ത് 18 വർഷം മുമ്പാണ് വീട് വാങ്ങിയത്. നികത്തിയാൽ തീരാത്ത നഷ്ടമാണ് പ്രളയം സുനിതയ്ക്ക് വരുത്തിവെച്ചത്. കുടുംബനാഥനോടൊപ്പം തലചായ്ക്കാനുള്ള ഇടം കൂടെ നഷ്ടമായതോടെ പൂർണ്ണമായി നിസ്സഹായ അവസ്ഥയിലാണ് ഈ വീട്ടമ്മ. ക്യാമറാമാൻ ഇമ്മാനുവൽ തോമസിനോടൊപ്പം തൃശൂരിൽ നിന്ന് സുവി വിശ്വനാഥൻ, ന്യൂസ് 18.